ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ശാരീരിക ബന്ധം എന്ന് പറയുന്നത് വെറും ഒരു കളിയായി മാറിയിരിക്കുകയാണ്. 1997-നും 2012-നും ഇടയിൽ ജനിച്ച വ്യക്തികളിലാണ് ഇത്തരത്തിലുള്ള ഒരു രീതി കണ്ടുവരുന്നത്. 1975-ൽ ഡൽഹിയിലെ ചിത്രകാരനായിരുന്ന മഹാനന്ദിയ എന്ന വ്യക്തി ഒരു യൂറോപ്യൻ വിനോദസഞ്ചാരിയായ ചാർലറ്റിന്റെ ചിത്രം വരച്ചു നൽകാമെന്ന് പറയുകയുണ്ടായി. ആ ചിത്രം വരച്ചു നൽകിയ അരമണിക്കൂർ സമയം മാത്രമാണ് അവർ ഇരുവരും തമ്മിൽ ചെലവഴിച്ചത്. അതിനുശേഷം ചാർലറ്റ് യൂറോപ്പിലേക്ക് മടങ്ങിപ്പോവുകയുണ്ടായി. കത്തുകളിൽ മാത്രം ഒതുങ്ങിയ അവരുടെ പ്രണയം ഒടുവിൽ എല്ലാം വിറ്റുപെറുക്കി വാങ്ങിയ കേവലം ഒരു സൈക്കിളിൽ യാത്ര ചെയ്ത് യൂറോപ്പിലേക്ക് എത്തി മഹാനന്ദിയ തന്റെ പ്രണയിനിയുമായി എന്നേക്കുമായി ഒന്നിക്കുന്നതിലാണ് അവസാനിക്കുന്നത്. അത്രത്തോളം ആത്മാർത്ഥതയുള്ള പ്രണയങ്ങളായിരുന്നു അക്കാലത്തേത്. ഇത്രത്തോളം ഔന്നിത്യമുണ്ടായിരുന്ന ബന്ധങ്ങളാണ് ഇന്നത്തെ കാലത്ത് വെറും ചവറ്റുകുട്ടകൾക്ക് സമമായത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും യഥാർത്ഥ ജീവിതത്തിലെ ഉദാഹരണങ്ങളുടെയും ഒക്കെ ഇതിന് പിന്നിലുള്ള കാരണമാണ് വ്യക്തമാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം എങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാം എന്നതിനെക്കുറിച്ചും പറയുന്നതാണ്. മോഡേൺ ജനറേഷൻ റിയാലിറ്റീസിനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യമേ തന്നെ ഈ ജനറേഷൻ പ്രണയത്തെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പ്രണയം എന്നാൽ രണ്ട് വ്യക്തികൾക്ക് പരസ്പരം ഉണ്ടാകുന്ന ഒരു ഇഷ്ടം മാത്രമാണ് എന്നൊരു ഡെഫിനിഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നവരല്ല ജെൻ സെഡ് ജനറേഷൻ. അവരെ സംബന്ധിച്ച് പ്രണയത്തിന് വേറെ വേറെ അർത്ഥങ്ങളാണ് ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1, ബെഞ്ചിങ്. അതായത് ഒരാളുമായി ഇപ്പോൾ ബന്ധത്തിലാണ്, പക്ഷെ അവരുമായി പിരിയുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഇടപഴകുന്നതിനായി മറ്റൊരാളെ ബാക്കപ്പായി വെക്കുന്ന രീതിയാണിത്. നമ്പർ 2, സിറ്റുവേഷൻഷിപ്പ്. പ്രണയിക്കുന്നവർ ഇടപഴകുന്ന രീതിയിൽ പെരുമാറുകയും എന്നാൽ പ്രണയം എന്ന ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന രീതി. ഇത് മാത്രമല്ല, ഹോട്ടൽ മെനു പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പലതരം വാക്കുകളാണ്. ഉദാഹരണത്തിന് ഡബിൾ ഡേറ്റിംഗ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, സോഫ്റ്റ് ലോഞ്ചിങ്, ഗോസ്റ്റിംഗ്, കഫിംഗ് തുടങ്ങിയവയാണ് ജെൻ ഇസഡ് റിലേഷൻഷിപ്പിന്റെ വ്യത്യസ്ത രീതികളായി പറയുന്നത്. ഇങ്ങനെയുള്ള തലമുറകളിൽപ്പെട്ടവർ ഒരു പ്രണയത്തിലേക്ക് വരുമ്പോൾ ചതി, വഞ്ചന, വിശ്വാസമില്ലായ്മ തുടങ്ങിയവയ്ക്ക് ആ ബന്ധങ്ങളിൽ ധാരാളമായിരിക്കും എന്നത് ഒരു ഫാക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു പഠനത്തിൽ പോലും ഈ കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് പിന്നിലുള്ള ശാസ്ത്രീയ വശം നമുക്ക് മനസ്സിലാക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള അത്രയും ബന്ധങ്ങളിൽ ഏർപ്പെടാം എന്ന ചിന്താഗതി അവരിൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ മുന്നിലുള്ള ഓപ്ഷൻസാണ്. ടിൻഡർ, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ ഇവർ നിരന്തരം ഓപ്പോസിറ്റ് ജെൻഡറുമായി ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വ്യക്തികളുടെ മനസ്സിൽ ഓപ്ഷൻസ് പാരഡോക്സ് എന്ന അവസ്ഥ ഉണ്ടാക്കുന്നു. അതായത് ഒന്നില്ലെങ്കിൽ അടുത്തതുണ്ടല്ലോ എന്ന ഒരു ഈസി ഗോയിങ് മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിലും കൃത്യമായി ഉറച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്ന ചിന്താഗതി അവർക്കുണ്ടാകുന്നു. വഴികൾ പലതല്ലേ എന്ന ചിന്തയിൽ അവർ എന്തു ചെയ്യാമെന്ന് കരുതുന്നു. ഇത് തന്നെയാണ് ബന്ധങ്ങളിലും സംഭവിക്കുന്നത്. ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി ഇത് മാറുന്നു. അതുകൊണ്ട് തന്നെ ആരോടും ലോങ് ടേമിൽ ആത്മാർത്ഥമായി ഇടപെടാനുള്ള മനസ്സ് ഇവർക്കുണ്ടാകുന്നില്ല. ഇത് മാത്രമല്ല, കമ്മിറ്റ്മെന്റിനെ ഭയക്കുന്നതിന് മറ്റ് പ്രധാനപ്പെട്ട പല കാരണങ്ങളുമുണ്ട് എന്നും പഠനങ്ങൾ പറയുന്നു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നമ്പർ 1, എക്സ്റ്റെൻസീവ് ഫിനാൻഷ്യൽ ബേർഡൻ. പെൺകുട്ടികൾ ഒരുപാട് ഏൺ ചെയ്യുന്ന പുരുഷന്മാരെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുതന്നെ പുരുഷന്മാരിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് മറ്റൊരു കാഴ്ചപ്പാടുമുണ്ട്. പുരുഷന്മാരുടെ വീട്ടിൽ ഒരുപാട് സ്ത്രീധനം എക്സ്പെക്ട് ചെയ്യുന്നതും സിമിലർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്പർ 2, മോഡേൺ ഫെമിനിസം. സ്വന്തമായി ജോലി ചെയ്തുണ്ടാകുന്ന വരുമാനം തനിക്ക് മാത്രമാണുള്ളത് എന്നും കുടുംബം നോക്കേണ്ടത് ഭർത്താവാണ് എന്നും അദ്ദേഹത്തിന്റെ വരുമാനം ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നുമുള്ള ചിന്താഗതി പല സ്ത്രീകൾക്കുമുണ്ട്. അതോടൊപ്പം തന്നെ താൻ സമ്പാദിക്കുന്നതിനേക്കാൾ എത്രയോ അധിക ഇരട്ടി ഭർത്താവ് സമ്പാദിക്കണം എന്ന തോട്ട് പ്രോസസ്സും ചിലർക്കുണ്ട്. ജെൻ സെഡ് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഇതേ പ്രശ്നങ്ങളൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ പുരുഷന്മാർക്കെതിരെ പലതരത്തിലുള്ള നിയമ നടപടികൾ നിലനിൽക്കുമ്പോൾ സ്ത്രീകൾക്കെതിരെ അത്തരത്തിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്നത് ഒരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടതായി വരുന്നത്. ജനറേഷൻ സെഡ് ബോയ്സ് സെഡന്ററി ലൈഫ് സ്റ്റൈൽ, നെഗറ്റീവ് തോട്ട്സ്, ലോ കോൺഫിഡൻസ് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇന്നത്തെ ചുറ്റുപാടുകളാണ് അവരെ ഇങ്ങനെ ആക്കിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം പണ്ട് കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണിലെ ഗെയിംസ് ആണുള്ളത്. അതോടൊപ്പം സ്ത്രീകളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഇത്തരം അനുഭവങ്ങളും അവരെ കൂടുതൽ ആഴത്തിലേക്ക് തള്ളിവിടുകയാണ്. നമ്പർ 3, ലാക്ക് ഓഫ് ലീഗൽ സപ്പോർട്ട് ഫോർ മെയിൽസ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വിവാഹമോചന സമയത്തെ ജീവനാംശത്തിന്റെ ഡിമാൻഡ്. സ്ത്രീകളെ സംരക്ഷിക്കുവാനും ശക്തീകരിക്കുവാനും വേണ്ടിയുള്ള ഒരു കാര്യമായി തുടങ്ങിയത് ഇന്ന് പുരുഷന്മാരെ കൊള്ളയടിക്കാനുള്ള ഒരു ലൈസൻസായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്കെതിരെയുള്ള കള്ളപ്പരാതികളുടെ എണ്ണവും വളരെയധികം കൂടുന്നതായി കണ്ടുവരുന്നു. ഇതിൽ ഭൂരിഭാഗവും നഷ്ടപരിഹാരം തേടിയുള്ളതാണെന്നതാണ് മറ്റൊരു ഫാക്ട്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ 100 കേസുകളിൽ 74 എണ്ണവും ഫേക്കാണെന്നാണ് തെളിയിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങളുടെ ഫലമായി ഈ സമൂഹത്തിൽ മോശമായ ഇമേജ് കൊണ്ട് നടക്കേണ്ടി വരുന്ന പുരുഷന്മാരുടെ എണ്ണം അത്ര ചെറുതൊന്നുമല്ല. കൂടാതെ അതിന്ന് കൂടി വരികയാണ്.
അതിനുള്ള കാരണം സ്ത്രീകൾക്കുള്ളതുപോലെ ശക്തമായ നിയമപരിരക്ഷ പുരുഷന്മാർക്കില്ല എന്നത് തന്നെയാണ്. വിവാഹിതരായ ഇന്ത്യക്കാരിൽ എക്സ്ട്രാ മാർഷ്യൽ അഫയേഴ്സ് കേസിന് വരുമ്പോൾ 55% കേസുകളിലും പാർട്ട്ണറിനെ വഞ്ചിക്കുന്നത് സ്ത്രീകളാണ് എന്ന ഞെട്ടിക്കുന്ന വിവരവും ലഭ്യമാണ്. എന്നാൽ ഇത്തരമൊരു കേസിൽ ഒരു സ്ത്രീയാണ് ഇരയായതെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതിന് സെക്ഷൻ 494 ബിഗേമിയൽ ലോ, അലിമോണി ലോ തുടങ്ങിയവയുമുണ്ട്. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒന്നും തന്നെയില്ല. ഇത്തരത്തിലുള്ള ദുർബലമായ നിയമവ്യവസ്ഥകളും ജനറേഷൻ സെഡ് പുരുഷന്മാരെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുന്നു എന്നതും ഒരു സത്യമാണ്. ഇനി ഇതിനുള്ള പരിഹാരം എന്തെന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. ഈ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ കല്യാണം വേണ്ട എന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നത്. പക്ഷേ അതല്ല പരിഹാരം. പകരം ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുക. നിങ്ങളുടെ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വഭാവത്തിന് മുൻഗണന കൊടുക്കുക. കാരണം റൈറ്റ് പാർട്ട്ണർ കൂടെയുണ്ടെങ്കിൽ മാത്രമേ ശരിയായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്ന, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ ഡിസേർവ് ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്